ടോവിനോനെ എപ്പോൾ കണ്ടാലും ആൾക്കാർ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അപ്പുവാണ്. എന്ന് നിൻ്റെ മൊയ്തീനില്ല അപ്പു. സത്യത്തിൽ എല്ലാവരും അപ്പുമാരാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അപ്പുവാത്ത ആരുമില്ല. കാര്യം വളരെ വിജയിച്ച കാമുകന്മാർ വളരെ കുറവല്ലേ. നിരാശാ കാമുകന്മാരാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് റിയൽ വേൾഡിലും. എങ്ങനെയാണ് അപ്പുവിൻ്റെ ആ ഒരു പെരുമ്പറമ്പിൽ അപ്പു എന്നുള്ള കഥാപാത്രത്തിനെ പറ്റി ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ശ്രീ RS ഫിലിമിൽ പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ആ സീനൊക്കെ പെട്ടെന്ന് ഓർമ്മ. അത് ആ ക്യാരക്ടർ എനിക്ക് പുള്ളി പറഞ്ഞു തന്നത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇയാൾക്കൊരു പോയിന്റിൽ കാഞ്ചനമാലയും മൊയ്തീനും തമ്മിൽ പ്രണയത്തിലാണെന്ന് അറിയുന്ന മൊമെൻറ്റിൽ ഇയാൾ ചെറുപ്പം മുതലേ പ്രേമിച്ചിരുന്ന അയാളുടെ ജീവിതത്തിൻ്റെ നിറം മങ്ങിപ്പോവാണ്. പിന്നെ അയാൾ ചിരിക്കുന്നത്, സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ആ സീനിന് ശേഷം അയാൾ ചിരിക്കുന്നത് അവസാനത്തെ മറ്റേ ആ ഒരു കാഞ്ചനമാലയായിട്ടുള്ള സീൻ കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ആ കാഞ്ചനമാലയെ കാണുമ്പോഴാണ് ചിരിക്കുന്നത്. അതുവരെ പുള്ളി ആ സിനിമയിൽ എവിടെയും ചിരിക്കുന്ന പോലുമില്ല. അപ്പൊ അങ്ങനെ ആത്മാർത്ഥമായിട്ട് പാസ്പോർട്ടിന്റെ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് അതായത് അതാ ചിരിച്ചതിന് ശേഷമാണ്. അപ്പോൾ ആ ഒരു പ്രണയത്തിലൊരു മാന്യത കാണിച്ചിട്ടുള്ള ഒരാളായിട്ടാണ് ആ കഥാപാത്രത്തിനെ. കാര്യം അത് ഇപ്പോഴത്തെ കാലം എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടീനെ പ്രേമിച്ച് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് മുഖത്തേക്ക് ഒഴിക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു പ്രസക്തി. അതായത് ഈ പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരാളെ അൺകംഫർട്ടബിൾ ആക്കിക്കൊണ്ടോ വേദനിപ്പിച്ചുകൊണ്ടോ ഉള്ളതല്ല എന്നുള്ളതാണ് പെരുമ്പറമ്പിൽ അപ്പു എന്ന് പറയുന്ന കഥാപാത്രത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാവാം, ആ മാന്യതയുടെ ആവാം, ഇത് ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് അതേപോലെ തന്നെയല്ല, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേര് അപ്പു എന്നല്ല, അദ്ദേഹവും ജീവിതത്തിൽ ഇതേപോലെ വളരെ മാന്യനായിട്ടുള്ള ഒരാളായിരുന്നു. സിനിമയിലും ജീവിതത്തിലും ഒക്കെ നമ്മൾ ഇത്തരം നിരാശ കാമുകന്മാർ കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാ ക്ലാസ്സിലും ഉണ്ട് അപ്പുമാര്. എവരി പഠിക്കണ്ടല്ലേ. അല്ല, ഇത് അത് എന്താ പറയുക, നാച്ചുറലാണ് പ്രണയിക്കുക. നമ്മൾ പ്രണയിക്കുന്നതെല്ലാം ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കാമുകി ആവുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പ്രപ്പോസ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പിറകെ നടക്കുന്ന സമയത്ത് ഞാനും അപ്പുവാണ്.